ഇന്ന് വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. പുണ്യ റമദാന് തുടക്കമായിരിക്കുന്നു. വ്രതകാലം ഇപ്പോൾ ഇത്തവണ കൊടും ചൂടിനൊപ്പമാണ് കടന്നുപോകുന്നത്. റമദാന്റെ പുണ്യം ഹൃദയത്തിലേക്ക് ആവാഹിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് വിശ്വാസി സമൂഹം. രാപ്പകൽ പ്രാർത്ഥനകളിൽ മുഴുകിയും ദാനധർമ്മങ്ങളാലും റമദാന്റെ പുണ്യം നേടാനുള്ള തിരക്കിലായിരിക്കും ഇനി മുതൽ വിശ്വാസികൾ. റമദാന്റെ പുണ്യം എല്ലാവരിലും നന്മയുടെ തെളിച്ചം നിറയ്ക്കുന്നതാകട്ടെ എന്ന പ്രാർത്ഥനയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പങ്കുവെക്കുന്നത്. പരിശുദ്ധ റമദാൻ മാസം സമാഗതമായി കഴിഞ്ഞു. വിശ്വാസികൾ കഴിഞ്ഞ റജബ് മാസം മുതൽക്ക് തന്നെ പരിശുദ്ധ റമദാനിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ റമദാനിന് അതിൻ്റെ എല്ലാ വിധത്തിലുള്ള പ്രാധാന്യവും കണക്കിലെടുത്തുകൊണ്ട് അത് ആത്മസംസ്കരണത്തിൻ്റെ മാസമാണ്, കാരുണ്യത്തിൻ്റെ മാസമാണ്, നരക വിമോചനത്തിൻ്റെ മാസമാണ്. കാരുണ്യവും മഹ്ഫിറത്തും, അതായത് നമുക്ക് അള്ളാഹു പുറത്തു തരുന്ന ഒരു മാസം കൂടിയാണ് റമദാൻ. എന്നതുപോലെ തന്നെ നരക വിമോചനത്തിൻ്റെ കൂടി ഒരു മാസമാണ്. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം ബദ്ധശ്രദ്ധരായിക്കൊണ്ട് റമദാൻ മാസത്തെ ധന്യമാക്കാൻ എല്ലാ വിശ്വാസികളും തയ്യാറാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മിക്ക പള്ളികളിലും തറാവീഹ് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയ ഇമാമുമാരെ നിയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏതാണ്ട് എല്ലാ പള്ളികളിലും നോമ്പു തുറയ്ക്കുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക പ്രഭാഷണ സദസ്സുകളും പള്ളികൾ കേന്ദ്രീകരിച്ച് നടക്കും. മുസ്ലിം സംഘടനകളും പാർട്ടികളും റിലീഫ് പ്രവർത്തനങ്ങൾക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത്. സഹജീവി സ്നേഹവും കാരുണ്യവും റമദാൻ മാസത്തിലെ വലിയൊരു ആരാധനയാണ്. ദാനധർമ്മങ്ങൾ ചെയ്തും കഷ്ടപ്പെടുന്നവരെ ചേർത്ത് പിടിച്ചും സർവശക്തനിലേക്ക് കൂടുതൽ അടുക്കാൻ വിശ്വാസികൾ ശ്രമിക്കണമെന്ന് ഇബ്രാഹിമുൽ ഗലീലുൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. വ്യക്തി ശുദ്ധീകരണം, മനസ്സ് സർവ പാപങ്ങളിൽ നിന്നും കഴുകിക്കളഞ്ഞ് ആരോടും വിദ്വേഷവും വൈരാഗ്യവും ഉണ്ടാവില്ല, ഒരനീതിയും അക്രമവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, എല്ലാവരോടും ഒത്തൊരുമയോടെ കൂട്ടായ്മയോടെ ജീവിക്കും, നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സർവസ്വം സമർപ്പിക്കും എന്ന പ്രാർത്ഥന അധിഷ്ഠിതമായി സൃഷ്ടാവായ റബ്ബിന് വിനയാന്വിതനായി സർവസ്വം സമർപ്പിച്ച് കഴിയുക എന്നതാണ് പരിശുദ്ധമായ റമദാനിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. വേനൽ ചൂടിന്റെ തീവ്രത വർദ്ധിച്ചു തുടങ്ങിയതോടെ ഇത്തവണത്തെ നോമ്പുകാലം കഠിന ചൂടിലാകും ഉണ്ടാവുക. പതിവിന് വിപരീതമായി ഫെബ്രുവരി മാസം പോലും അതിശക്തമായ ചൂടാണ്. വേനൽ കടുക്കുന്നത് സൂര്യാഘാതം, സൂര്യതപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇതിനാൽ നോമ്പുതുറ സമയത്ത് കൂടുതൽ ശുദ്ധജലം കുടിക്കണമെന്നും ശരീരത്തിന് ഗുണകരമല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ ഒഴിവാക്കണമെന്നും ആരോഗ്യരംഗത്തുള്ളവർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. ഇനിയുള്ള ഒരു മാസം, ഇനിയുള്ള ദിവസങ്ങളെല്ലാം പ്രാർത്ഥനയുടേതും പുണ്യപ്രവർത്തികളുടേതുമാണ്. നമുക്കും ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രമല്ല, നമ്മുടെ കൂടെയുള്ളവരാണ്. അപ്പം നമുക്കും ആ പുണ്യപ്രവർത്തികളുടെ ഒരു പങ്ക് പറ്റാൻ ശ്രമിക്കാം. നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ കേൾക്കാനും നല്ല കാര്യങ്ങൾ പറയാനും ഒക്കെ കഴിയട്ടെ. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ അപ്പുറത്ത് ഇനിയുള്ള ദിവസങ്ങൾ സമാധാനത്തിൻ്റെ ഇതാകട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. ഇന്ന് വ്രതം ആരംഭിക്കുന്ന എല്ലാവർക്കും ഒരു പരിശുദ്ധ മാസം ആശംസിക്കുകയാണ്. അതോടെ ഇന്നത്തെ രാവിലെ പൂർണ്ണമാവുന്നു. നമ്മൾ ഇടവേളയ്ക്ക് ശേഷം 9 മണിക്ക് പ്രധാന വാർത്തകളുമായി വരും. അതുവരെ ഇതെങ്ങനെ കാണും?